ഇളകി മറിഞ്ഞ് കടലിരമ്പുന്നത് പോലെയാണ് VS കടന്നു വരുന്ന പരിപാടികളിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ 10 ഇരട്ടി മടങ്ങ് ഒരു ആദരവ് നൽകിയാണ് ആലപ്പുഴ കേരളമൊട്ടാകെ കേരളത്തെ പ്രിയപ്പെട്ട VSനെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന മൊബൈൽ മോർച്ചറിയിലേക്ക് ഇറക്കും. അതിനുശേഷം DC ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഇവിടെയുള്ള മുഴുവൻ പേർക്കും കാണാനുള്ള അവസരം നൽകും എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഹലോ ശരണ്യ പറഞ്ഞോളൂ, കേൾക്കാം. അങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കും എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ തന്നെ ആയിരക്കണക്കിന് പേർ, 10,000-കണക്കിന് പേർ ഈ വേലിക്കകത്ത് വീടും ഒപ്പം തന്നെ VSനെയും കാണുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇവിടെയുള്ള മുഴുവൻ പേരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ DC ഓഫീസിലേക്കാണ് എത്തിക്കേണ്ടത്. DC ഓഫീസിൽ CPM മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അവിടെ പാർട്ടിയുമായി VSുമായി അടുത്ത ഇടപഴകിയിരുന്ന CPMന്റെ പാർട്ടിയിലെ തന്നെ പാർട്ടിയിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾക്കും വിവിധ പാർട്ടി നേതാക്കന്മാർക്കും അഭിവാദ്യം അർപ്പിക്കാനാണ് അവസരമെന്ന് പറയുമ്പോൾ പോലും അവിടെയും വലിയ ക്യൂ ആണ് പുറത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ വന്നു നിൽക്കുന്ന ആളുകളെ ഒന്നും തന്നെ പറഞ്ഞയക്കാൻ കഴിയില്ല. ഒരിക്കലും VS ഒരുപക്ഷെ അങ്ങനെ ഒരു പറഞ്ഞയക്കൽ ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ വന്ന മുഴുവൻ പേരെയും അവരെ കാണിച്ചതിന് ശേഷം മാത്രമേ തിരികെ അയക്കൂ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പുന്നപ്രയുടെയും വയലാറിന്റെയും മണ്ണിലേക്കാണ് VS അച്യുതാനന്ദൻ കടന്നു വന്നിരിക്കുന്നത്. വിപ്ലവ ഭൂമിയായ പുന്നപ്രയിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയും പുന്നപ്ര വയലാർ വാരാചരണവുമായി ബന്ധപ്പെട്ട് പുന്നപ്രയിലെ സമരഭൂമിയിലാണ് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ്. അതുമൊക്കെ നമ്മൾ VSന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ ഒരു മടങ്ങിപ്പോക്കിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഏറ്റവും അവസാനം താൻ ഏറ്റവും പ്രിയപ്പെട്ടതായി ആഗ്രഹിച്ച, അതായത് 2019 വരെ പുന്നപ്രയിൽ നിന്നുള്ള ദീപശിഖ വയലാറിലേക്ക് തെളിക്കുന്നത് VS അച്യുതാനന്ദനായിരുന്നു. പുന്നപ്രയിലെയും വയലാറിലെയും ദീപശിഖ തെളിയിക്കുന്നതും അദ്ദേഹമായിരുന്നു. അങ്ങനെ വാരാചരണത്തിന്റെ 2 ചടങ്ങുകളിൽ ഏറ്റവും ആവേശം വാരാചരണത്തിന്റെ അവസാന ദിവസം നടക്കുന്ന VS അച്യുതാനന്ദന്റെ പ്രസംഗമാണ്. ആയിരങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് VS എന്നും ആവേശമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എത്ര തലമുറകൾ മാറി മാറി വന്നിട്ടും ആ ആവേശത്തിന് ഒട്ടും അറുതിയില്ല, അല്ലെങ്കിൽ അവസാനമില്ല എന്ന് തന്നെയാണ്. ഇനിയും ആവേശമായി VS അച്യുതാനന്ദൻ തുടരും. കാരണം ഈ മുദ്രാവാക്യങ്ങൾക്ക് അത്രമേൽ പ്രസക്തി VSന്റെ കാര്യത്തിലുണ്ട്. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ആ ഒരു മുദ്രാവാക്യത്തെ ഇത്രമേൽ യാഥാർത്ഥ്യമാക്കിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു ആദരവാണ് തങ്ങൾക്ക് വേണ്ടി തൻ ജീവിതത്തിന്റെ നല്ല ഭാഗമൊക്കെയും കൊടിയ മർദ്ദനത്തിനും പീഡനങ്ങൾക്കും വിധേയനായ VS അച്യുതാനന്ദൻ പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാന യാത്ര ജനങ്ങൾ പരമാവധി അദ്ദേഹത്തിന് ആദരവ് നൽകി യാത്ര അയക്കുന്നു എന്നുള്ളതാണ്. നൽകിയ പ്രവൃത്തിക്ക് ജനം നൽകുന്ന കൃതജ്ഞതയോടെയുള്ള മറുപടിയാണ് ഈ യാത്രയപ്പിൽ നമ്മൾ കണ്ട ഓരോ ഇടങ്ങളിലും ഉണ്ടായ കാര്യങ്ങളുള്ളതാണ്. വടക്കൻ കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VSനെ കണ്ടവർ ആലപ്പുഴയിലേക്ക് വീണ്ടും എത്തി അദ്ദേഹത്തിന്റെ അന്തിമോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന്, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തി. തിരുവനന്തപുരവും തെക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, വടക്ക് കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും അർഹമായ യാത്രയയപ്പ് കേരളം VS അച്യുതാനന്ദന് നൽകുന്നു എന്നുള്ളതാണ്. പുന്നപ്രയുടെ സമരനായകന്, കുട്ടനാടിന്റെ കർഷക തൊഴിലാളികളുടെ ജീവരക്തവും അവരുടെ ശ്വാസവുമായ VS അച്യുതാനന്ദന്, CPMന്റെ സമുന്നതനായ നേതാവിന്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആദരവ് നൽകി ജനം യാത്രയയക്കുന്നു. കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ. ഓരോ പാവപ്പെട്ടവരുടെ വിഷയം ആർക്ക് വേണമെങ്കിലും VSനെ സമീപിക്കാമായിരുന്നു. ആ സമീപിക്കുന്ന വിഷയത്തിൽ കഴമ്പുണ്ടെങ്കിൽ VS പടവെട്ടും. അദ്ദേഹത്തിന് ബോധ്യപ്പെടുക എന്നത് മാത്രമായിരുന്നു ഒരു വിഷയത്തെ ഏറ്റെടുക്കാൻ VSന് മുന്നിലുണ്ടായിരുന്ന ഏക കടമ്പ എന്ന് പറയുന്നത്. ആ വിഷയം, ആ പ്രശ്നം VSന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടാൽ ഉടൻ
ആ വിഷയം സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ പലതവണ കണ്ടിട്ടുള്ളത്. എത്ര തലമുറകളാണ് VS അച്യുതാനന്ദന് വേണ്ടി ഈ പാതയോരങ്ങളിൽ ഒരുമിച്ച് കൂടിയതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ കണ്ട കുഞ്ഞു കൈ ചുരുട്ടി, കുഞ്ഞു മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആ കുഞ്ഞ് മുതൽ ഒരു മുതിർന്ന തലമുറ വരെ, വയോധികന്മാരായ ആളുകൾ വരെ ആ മഴയും വെയിലും ഒക്കെ അതിജീവിച്ച് പാതയോരങ്ങൾ നിരന്നത് കണ്ട് നാം അത്ഭുതപ്പെടുകയാണ്. ഒരുപക്ഷെ അത്ഭുതപ്പെടേണ്ടതില്ല, ജനത്തിന് വേണ്ടി നിന്നാൽ, ജനത്തിന് വേണ്ടി ഉള്ള ത്യാഗം സഹിച്ചാൽ, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ജനം അതുപോലെ തിരിച്ച് സ്നേഹം പ്രകടിപ്പിക്കുമെന്നുള്ളതായിരുന്നു അലകടൽ പോലെ ഇരമ്പിയെത്തിയ, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് ഇരമ്പിയെത്തിയ ഈ ജനസാഗരം എന്ന് തന്നെ പറയാം. വടക്കൻ കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഇവിടെ രാവിലെ എത്തിയവർ പറഞ്ഞത് VSന്റെ വീട് കൂടി കാണാൻ, VS ഇല്ലാത്ത വീടാണ് എങ്കിലും VSന്റെ വീട് കൂടി കാണാനായാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. VSനെയും കാണണം, വീടും കാണണം. ഇന്നലെ ഈ പരിസരമൊക്കെ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു. ഞങ്ങൾ VSന്റെ വീട് കണ്ടു, സഖാവിൻ്റെ വീട് ഞങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അവർ പുന്നപ്രയിലും രക്തസാക്ഷി മണ്ഡപത്തിലുമൊക്കെ അവർ പങ്കെടുത്തിട്ടേ പോകൂ എന്നുള്ളതാണ്. എങ്ങനെ ഇത് ക്രമീകരിക്കുമെന്നറിയില്ല. കാരണം രക്തസാക്ഷി മണ്ഡപത്തിനകത്തുള്ള ഭാഗത്ത് പാർട്ടി നേതൃത്വത്തിന് മാത്രമാണ് പ്രവേശനം ഉള്ളത്. അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് അവർക്ക് മാത്രമാണ് അതിനകത്തേക്ക് പ്രവേശനം ഉള്ളത്. പക്ഷേ തിരുവമ്പാടിയിൽ നിന്നും വിലാപയാത്രയായി DC ഓഫീസിന്റെ ജംഗ്ഷൻ, തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്നും വിലാപയാത്രയായി ആകും VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നടന്ന വിലാപയാത്രയായാണ് വലിയ ചുടുകാട്ടിലേക്ക് എത്തിക്കുക. ഒരുപക്ഷെ ജനസാഗരം തന്നെ അവിടെ അലയടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആലപ്പുഴയുടെ വഴികളെല്ലാം തന്നെ അത്രമേൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ ഒരു 10 മണിയോടുകൂടി തന്നെ വിവിധ ഇടങ്ങളെല്ലാം തന്നെ ആ തിരക്ക് രൂപപ്പെട്ടു, ക്യൂകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ്. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം 11 മണിയെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും എലിക്കകത്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ 12 മണിയായി. ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിൽ, അപ്പോഴും റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഈ 11 മണിയുടെ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത് കൊണ്ട് അവിടെയും ഒരു വലിയ ജനസഞ്ചയം, അവിടെയും പ്രിയ നേതാവിനായി കാത്തിരിക്കുന്നു. ഒപ്പം DC ഓഫീസിലേക്ക് എത്തുന്നു. എത്ര കടമ്പകൾ കടന്നാണ് അവസാനം രക്തസാക്ഷികളുടെ മണ്ണായ വലിയ ചുടുകാട്ടിലേക്ക് VS അച്യുതാനന്ദൻ കടന്നു വരിക എന്നുള്ളതാണ്. തൊട്ടടുത്ത TV തോമസും KR ഗൗരിയമ്മയും PT പുന്നൂസും അടങ്ങുന്ന P കൃഷ്ണപിള്ള, അദ്ദേഹത്തെ കൈപിടിച്ചുയർത്തിയ VS എന്ന സമര നേതാവിനെ, സമരമുഖത്തെ കണ്ടെത്തിയ P കൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക്, സ്വന്തം നേതാവിന്റെ അടുത്തേക്ക് VS അച്യുതാനന്ദൻ പുന്നപ്രയുടെ മണ്ണിലേക്ക്, രക്തസാക്ഷികളുടെ മണ്ണിലേക്ക്, പേരറിയാതെ മൂടപ്പെട്ട 1000 രക്തസാക്ഷികളുടെ, പുന്നപ്രയിലെ രക്തസാക്ഷികളുടെ മണ്ണിലേക്കാണ് VS മടങ്ങി വരുന്നത്. ഇനി VS അച്യുതാനന്ദൻ വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതോടെ VS അച്യുതാനന്ദൻ രക്തതാരകമായി അവർക്കൊപ്പം ആ മണ്ണിൽ ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിൽ നിന്ന് വന്ന ആളുകളൊക്കെ പറയുന്നത് പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. അതുകൊണ്ട് തന്നെ എത്ര ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ പോലും, VS സംസ്കരിക്കപ്പെടുന്ന ഒരു ഇടത്തിന് ചുറ്റും അത്രമേൽ ജനക്കൂട്ടം കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആർക്കും പറയാനോ നിയന്ത്രിക്കാനോ കഴിയില്ല. എപ്പോൾ വരുമെന്നറിയില്ല, എപ്പോൾ അവസാനിക്കുമെന്നറിയില്ല. പക്ഷേ ഇതൊരു വല്ലാത്ത കാത്തിരിപ്പാണ്. സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനം നൽകുന്ന, കേരളം നൽകുന്ന ഏറ്റവും വലിയൊരു ആദരവാണ്. തീർച്ചയായും ഒരു സംശയവുമില്ല കാര്യത്തിൽ. VSന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, VSനോടുള്ള സ്നേഹമാണ്, ആദരമാണ്. VS നൽകിയതിനുള്ള തിരിച്ചു നൽകലാണ്. Marxist Party Zindabad.